ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ മനസ്സിലുണ്ടല്ലോ, അങ്ങാടിപ്പുറത്ത് തന്നെയാണ്. അങ്ങാടിപ്പുറത്ത് നമ്മുടെ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പാലക്കാട്ടേക്കാണ് യാത്ര. നമ്മുടെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേഷൻ്റെ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ അവസ്ഥ. പോർച്ചിൻ്റെ പണി കഴിഞ്ഞു. പോർച്ചിലുള്ള വഴികളും ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വഴിയുടെ പണി ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടികൾ അങ്ങനെ പോയി കറങ്ങി ഇങ്ങനെ വരണമെന്നാണ് തോന്നുന്നത്. എക്സാക്ട്ലി ഇവരെന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ അവസ്ഥ. പഴയതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് നേരിട്ട് എൻട്രൻസ് ആണ് ഇപ്പോഴും. അപ്പോൾ അതുവഴി നേരെ അകത്തേക്ക് കയറി പ്ലാറ്റ്ഫോമിൽ പോയി പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകേണ്ടത്. അല്ലാണ്ട് സാധാരണ ഇതിൽ പറയുന്ന പോലെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടല്ല പ്ലാറ്റ്ഫോമിൽ കയറുന്നത്. നമ്മളിവിടെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഇതേ അവിടെ DTC വന്നിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഒരുവിധം ആയി. നമുക്കന്ന് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് പാലക്കാട്ടേക്കുള്ള ടിക്കറ്റ് എടുത്തു. 20 രൂപയുള്ളൂ ഇപ്പോൾ ടിക്കറ്റ്. ഞാൻ ലാസ്റ്റ് ടൈം ഇപ്പോൾ എനിക്ക് 40-45 തരാൻ തോന്നുന്നു. 20 രൂപയാണ് ടിക്കറ്റ്. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ വേറെ കുറച്ച് വർക്കിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ, ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഷെൽട്ടർ, ഇത് പുതിയ ഷെൽട്ടറാണ്. ഈ ഷെൽട്ടർ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ പുതിയ ഷെൽട്ടർ വന്നു. അതുകൂടാതെ ഇവിടെ ഇതുവരെ ഇതായിരുന്നു പഴയ ഷെൽട്ടർ. ഇപ്പോൾ നിൽക്കുന്ന പുതിയ ഷെൽട്ടറാണ്. ഇത് കൂടാതെ ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൽ എന്താ വരാൻ പോകുന്ന അറിയില്ല. ബിൽഡിംഗ് വന്നിട്ടുണ്ട്. കണ്ട് വെയിറ്റിംഗ് റൂം ആൻഡ് ടോയ്ലറ്റ് കോംപ്ലക്സ് പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. ഒരു പുതിയ ബിൽഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ഇപ്പോഴുള്ള ഡെവലപ്മെൻറ്റ്സ്. ഇതാണ് അങ്ങാടിപ്പുറം സ്റ്റേഷൻ്റെ മറ്റേ എൻഡ് എന്നുള്ള വിഷ്വൽസ്. ഇതാണ് പുതിയ ബിൽഡിങ്. ഇതൊരു പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് റൂം ആണെന്ന് തോന്നുന്നു. ഇതാണ് പുതിയതായിട്ട് വരുന്ന പോർച്ച്. ഇതാണ് പണി നടക്കുന്ന വഴി. ഇപ്പോൾ ജസ്റ്റ് ഇടയിലൊരു ഗ്യാപ്പ് കൂടെ കയറി വന്നതാണ്. ഇനി ഗ്യാപ്പ് അടയ്ക്കും. അതിൽ ഇനി വീണ്ടും പണിയുമ്പോൾ ഗ്യാപ്പ് അടയും. ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ വരുന്നു. 06464 നിലമ്പൂർ റോഡ് പാലക്കാട് എക്സ്പ്രസ് അല്ല, സോറി, പാസഞ്ചർ സ്പെഷ്യൽ. ജസ്റ്റ് കയറി വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണോ സീറ്റ് കിട്ടുന്നത് അതിനൊരു കോച്ചിൽ കയറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഈ റൂട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. WDP 4D 40241 ഗോൾഡൻ റോക്കാണ് ഇന്നത്തെ നമ്മുടെ പാത. പതിവ് പോലെ തന്നെ സീറ്റൊക്കെ കിട്ടി. നാശമായ ചെറുകരയിലെത്തി.
അങ്ങനെ ജസ്റ്റ് വാടാനം കുറിച്ച് നിർത്തിയിട്ട് എടുക്കാം കേട്ടോ. ഈ കാണുന്ന ഇലക്ട്രിഫിക്കേഷൻ്റെ ജീവനക്കാരാണ്. ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഈ വർക്ക്ഷോപ്പ് ഇത്ര കാലമായിട്ട് ഞാനത് ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത്. ഇത് ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല. അത് ഒരു കോച്ച് പോലും കാണാനില്ല. കുറേ ബോഗീസ് അങ്ങേറ്റത്തെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നു പോയി തോന്നുന്നു, കാണാനില്ല. പതിവ് പോലെ ഇന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കാണ്. കണ്ണൂരിൽ നിന്നും എറണാകുളം വരെ പോകുന്ന കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് നമ്മൾ ഇത്രയും നേരം ഷൊർണൂർ നിൽക്കുന്നുള്ളൂ. നമ്മൾ വന്നിട്ട് 10 മിനിറ്റിന് മേലെയായി. ഇതൊരു സിഗ്നൽ ആയിട്ടില്ല. മീൻമേൽ ഇപ്പുറത്തുനിന്ന് 25029 അരക്കോണം ഈ റോഡിൻ്റെ വാബ് 4 കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയുടെ എത്തി. നമ്മൾ കാത്തു നിൽക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് മറ്റേ ജയന്തി ജനത കന്യാകുമാരി പൂനെ എക്സ്പ്രസ് മെയിൻ ലൈൻ പാസ് ചെയ്യണം. അത് അല്പം മുമ്പ് നോക്കുമ്പോൾ വള്ളത്തോളുകാർ കടന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് പാസ് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 ആ ഫാനിൻ്റെ തൊട്ടടുത്തായിട്ട് പുതിയ ഡിജിറ്റൽ കോച്ച് പൊസിഷൻ ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഷൊർണൂരിലെ ഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. അമൃത് ഭാരത് സ്കീമിൽപ്പെട്ട സ്റ്റേഷനാണ് ഷൊർണൂർ. ഇവിടെ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ റൂഫൊക്കെ പൊളിച്ചു കളഞ്ഞു. റൂഫൊക്കെ റീഡൂ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ വയറിങ്ങിനുള്ള
ഇത് മറ്റേ ഡക്റ്റ് പോലത്തെ സാധനമൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പുതിയ എന്തൊക്കെയോ വരുന്നുണ്ട് ഇവിടെ. എന്തായാലും മൊത്തത്തിൽ കുറേ ചേഞ്ചസ് വരാനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടില്ല. നമുക്കിനി എന്താണോ വഴിയിൽ. ഫൈനലി നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. മറ്റേ ഇൻ്റർസിറ്റി പുറപ്പെട്ട് പോയി കഴിഞ്ഞു. എറണാകുളം ഇൻ്റർസിറ്റി ഷൊർണൂർ വള്ളത്തോൾ നഗർ ഭാഗത്തേക്ക് പോകുന്നത് കാണാം. ഇതാണ് ഷൊർണൂർ ബൈപ്പാസ് ലൈന്. ഒരുപാട് പ്രാവശ്യം കാണിച്ച സാധനമാണെങ്കിലും വീണ്ടും വീണ്ടും കാണിക്കാൻ തോന്നുന്നു. ഭാരതപ്പുഴയാണ് കാണുന്നത്.
ചെക്ക് ഡാം പണിയാൻ തോന്നുന്നു അവിടെ. അങ്ങനെ മാന്നന്നൂർ സ്റ്റേഷനെത്തി. ഇവിടെ ഒരു ട്വിൻ G7 GTLൻ്റെ ട്വിൻ G7 ഹോൾഡ് ഫൈറ്റർ കിടപ്പുണ്ട്. ഇതാണ് മാന്നന്നൂർ സ്റ്റേഷൻ. ഇവിടെ പണ്ടൊരു ലോ ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. പ്ലാറ്റ്ഫോമൊക്കെ പൊക്കിയിട്ടുണ്ട്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ജസ്റ്റ് ഒറ്റപ്പാലം സ്റ്റേഷനിലൊക്കെ എത്തുകയാണ്. ഒറ്റപ്പാലം ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം. ജസ്റ്റ് നിർത്തിയിട്ട് എടുത്തു. ജസ്റ്റ് നിർത്തിയെടുക്കുമായിരുന്നു. ഒരു കഷ്ടിച്ച് 1 മിനിറ്റ്. പാലപ്പുറം ഹോൾട്ട് സ്റ്റേഷനിലെത്തി.
ട്വിൻ WDG4 ഹോൾഡ് ഫ്രൈറ്റ് ഒത്തിരി WDG4 ആണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്താൻ പോകുന്നു. വണ്ടി ഏറെക്കുറെ കാലി. ഈ വണ്ടി എപ്പോഴും അങ്ങനെയാണ്. ഷൊർണൂർ വിടുമ്പോൾ പിന്നെ വലിയ തിരക്കുണ്ടാവാറില്ല. പാലക്കാടേക്ക് കാലിയായിട്ട് എത്താറ്. ജസ്റ്റ് പാലക്കാട് സ്റ്റേഷനിലേക്ക് കയറാറായി. അപ്പോൾ അങ്ങനെ നമ്മളെ പാലക്കാട് എത്തിച്ചിട്ട് നമ്മുടെ 40241 WDP4 അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യണം. ആ ട്രെയിനിൽ ഒരുപാട് പാർസലുണ്ട്. ഉണ്ടാവും. പാർസൽ അത് ഫുള്ളാണ്. ഇപ്പോൾ ലോക്കോ ഡിസ്കണക്ട് ചെയ്ത് ലോക്കോ അപ്പുറത്തെ എൻഡിൽ കൊണ്ടുവന്നിട്ട് അവർ ഷണ്ട് ചെയ്ത് റേക്കിനെ യാർഡിലേക്ക് മാറ്റും. അപ്പോൾ നമ്മുടെ യാത്ര എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ ഒരു ഫ്രൈഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഫ്രൈഡേ ആണോ വെനസ്ഡേ ആണോ റിലീസ് ചെയ്യാമെന്നറിയില്ല. ഒരു ഫ്രൈഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്കെന്നാൽ ഇവിടുന്ന് പുറത്ത് പോവാം. പുറത്ത് പോയിട്ട് എൻ്റെ സ്ഥിരം ഡിന്നർ പോയിൻ്റായ മണീസ് കഫേ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിച്ചിട്ട് ഞാനിന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൽ രാത്രി താമസിക്കുകയാണ്. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് മണീസ് കഫേ പോകാം. ഞാൻ മണീസ് കഫേ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ റിട്ടയറിംഗ് റൂമും കാണിച്ചു തരാം. അപ്പം ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 പാലക്കാട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 കോയമ്പത്തൂർ എൻഡിലാണ്. അവിടെ നിന്ന് നേരെ എക്സിറ്റ് എടുക്കാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഇതുവഴി അങ്ങ് പുറത്തിറങ്ങാണ്. അപ്പം ഞാനങ്ങനെ നടന്ന് പകുതി വഴി എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. അതിന് വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇവിടെ സ്റ്റേഷൻ്റെ പഴയ എൻട്രൻസ് കാണാം. ഇതാണ് സ്റ്റേഷൻ്റെ പണ്ടത്തെ ഗേറ്റ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു RMS ഉണ്ട്. ആ കാണുന്നതാണ് മെയിൻ ബിൽഡിങ്. ഇവിടെ തൊട്ടടുത്തായിട്ട് പഴയ ഗേറ്റ് ഉണ്ട്. മെയിൻ ഗേറ്റ് അവർ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ യാത്രക്കാർക്ക് നടന്നു പോകാനുള്ളൊരു പെഡസ്ട്രിയൻ ഗേറ്റ് മാത്രം ഇപ്പോഴും ഇത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെഡസ്ട്രിയൻ ഗേറ്റ് വഴി പുറത്തിറങ്ങിയ ഉടനെ ലെഫ്റ്റ് സൈഡ് കാണാനാണ് മണീസ് കഫേ. ഈ കാണുന്നതാണ് മണീസ് കഫേ. നല്ല അടിപൊളി ദോശയും ഐറ്റംസൊക്കെ കിട്ടും. തൊട്ടപ്പോൾ കുറച്ച് ചിപ്സുകളുണ്ട്. അതിൽ MK ചിപ്സിൽ നിന്ന് ചിപ്സ് മേടിച്ചിട്ടുണ്ട്. നല്ല ചിപ്സായിരുന്നു അവിടുത്തെ. അപ്പോൾ മണീസ് കഫേയുടെ ഉള്ളിലേക്ക് കയറാം. ഒരു സാധാരണ പാലക്കാടൻ സ്റ്റൈൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അല്ലാണ്ട് ഭയങ്കര ഹൈ ക്ലാസ് സംഭവം ഒന്നും കേട്ടോ. സാധാരണ ഒരു പാലക്കാടൻ സ്റ്റൈൽ, സാധാരണ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ദോശ കഴിച്ചിട്ട് വേണ്ടല്ലോ, വയറ് ഫില്ലിങ് ആവും. അപ്പോൾ അങ്ങനെ മണീസ് കഫേയിൽ നിന്ന് ഫുഡും കഴിച്ച് ഞാൻ തിരിച്ച് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി. ഇനി ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഡോർമെറ്ററിയിലേക്ക് ചെക്ക് ഇൻ ചെയ്യട്ടെ. റിട്ടയറിംഗ് റൂമിൻ്റെ ഡോർമെറ്ററി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ 4 മണിക്ക് നമ്മൾ ഇവിടുന്നൊരു യാത്ര പോകണം. 4 മണി യാത്ര എന്നൊക്കെ പറയുമ്പോഴത്തേന് ഏതാണ് വണ്ടി എന്ന് നിങ്ങൾ ചിലരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് വണ്ടി. ഗസ് ചെയ്യാത്തവർ അടുത്ത വീഡിയോനെ കാത്തിരിക്കുക. നമുക്കെന്നാൽ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ കമൻസ്, ഫീഡ്ബാക്ക് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.